നരേന്ദ്രമോദിയുടെ മൂന്നാമത് സർക്കാർ അധികാരത്തിൽ കയറി. കഴിഞ്ഞ 2 തവണത്തെ സർക്കാർ പോലെയല്ല ഇത്. അധികാരത്തിൽ കയറിയതും ഇരിക്കുന്നതും അള്ളിപ്പിടിച്ചാണെന്ന് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ രാജ്യത്തൊരാൾക്കും ഈ സർക്കാരിൽ വിശ്വാസമില്ല. അഖിലേഷ് യാദവ് പറഞ്ഞതുപോലെ ഊപ്പർ സേ ജുദാ കോയി നഹി താർ ഹേ, നീച്ചെ സേ കോയി ആധാർ നഹി ഹേ, ആധാർ മേം ജോ ഹഡക്കി ഹുവോ വഹ് തോ കോയി സർക്കാർ നഹി. അതായത് മുകളിൽ ഒരു പിടുത്തവുമില്ല, താഴെയാകട്ടെ ഒരടിത്തറയുമില്ല. അങ്ങനെ അടിത്തറയില്ലാത്തൊരു സർക്കാർ യഥാർത്ഥ സർക്കാരേ അല്ല. ആ സർക്കാർ അനിശ്ചിതത്വത്തിലാണ് എന്ന അഖിലേഷ് യാദവിൻ്റെ പ്രസ്താവന ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ച് വലിയ ചർച്ചയാവുകയാണ്. മാത്രമല്ല, സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ കണ്ട പല കാര്യങ്ങളും മൂന്നാം മോദി സർക്കാർ അനിശ്ചിതത്വത്തിലാണെന്ന് സമ്മതിക്കുന്നതായിരുന്നു. മോദി സർക്കാർ അനിശ്ചിതത്വത്തിലാണെന്നും അനിശ്ചിതത്വത്തിലുള്ള അങ്ങനെയുള്ളൊരു സർക്കാർ നിലനിൽക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നതോടെ സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി പോയി. കേവല ഭൂരിപക്ഷം നേടാനാവാതെ സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് ഇത്തവണ നരേന്ദ്രമോദി പുതിയ സർക്കാർ രൂപീകരിച്ചത്. അതിനാൽ തന്നെ ഈ സർക്കാർ അനിശ്ചിതത്വത്തിലായി എന്ന അഭിപ്രായം രാജ്യത്ത് വന്നു കഴിഞ്ഞു. 1ഉം 2ഉം സീറ്റുകളുള്ള ഒട്ടനവധി കക്ഷികൾ ഇതിലുണ്ടെങ്കിലും പ്രധാനമായും 3 പാർട്ടികളെയാണ് നരേന്ദ്രമോദിയും BJPയും ഭയപ്പെടുന്നത്. ഒന്ന് നായിഡുവിൻ്റെ TDP, അതുപോലെ നിതീഷ് കുമാറിൻ്റെ JDU, മറ്റൊന്ന് ഷിൻഡെയുടെ ശിവസേന. ഇതിൽ നിതീഷ് കുമാർ ഏത് സമയത്ത് വേണമെങ്കിലും മുന്നണി മാറാം. അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയിൽ വന്നാലാണ് ഏറ്റവും വലിയ ലാഭം. ഒന്നുകിൽ അദ്ദേഹത്തിന് ഇപ്പോഴുള്ളതുപോലെ ബീഹാർ മുഖ്യമന്ത്രിയായി തന്നെ ഇരിക്കാം ഇന്ത്യ മുന്നണിയിൽ വന്നാൽ. ഇന്ത്യ മുന്നണി ബീഹാറിൽ ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്, അത്രയ്ക്കും ശക്തി ഉണ്ടവിടെ. അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് പോകാം. ഉപപ്രധാനമന്ത്രി സ്ഥാനമാണ് ഇന്ത്യ മുന്നണി നിതീഷ് കുമാറിന് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇതിനപ്പുറം വലിയ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രമാണ്. ഈ രണ്ടിൽ ഏത് പദവി വേണമെങ്കിലും കിട്ടുക ഇന്ത്യ മുന്നണിക്കൊപ്പം പോയാൽ മാത്രമാണ് നിതീഷ് കുമാറിന്. മറ്റൊന്ന് ശിവസേന. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ എല്ലാവരും ഉദ്ധവ് താക്കറെയുടെ ഭാഗമാകാനാണ് സാധ്യത. അവർക്ക് 7 സീറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. 12ഉം 7ഉം അങ്ങനെ 19 സീറ്റുകൾ. ഒപ്പം അജിത് പവാറിൻ്റെ ഒരാൾ കൂടി ഏത് സമയവും ശരത് പവാറിനൊപ്പം പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ 20 സീറ്റുകൾ മറുകണ്ഠം ചാടാൻ തയ്യാറായാൽ അന്ന് തന്നെ ചന്ദ്രബാബു നായിഡുവിനെ ചാക്കിടാൻ മമതയും ഉദ്ധവ് താക്കറെയും കോൺഗ്രസുമൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. അതോടെ തീരും മോദി ഭരണം. ഇത് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് മോദി പണി ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ആ ദുഃഖം പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അതാണ് മോദി സർക്കാർ അനിശ്ചിതത്വത്തിൽ എന്ന വാർത്ത ഈ രാജ്യം ചർച്ച ചെയ്യുന്നത്.